അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കരുതിയിരിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യങ്ങളായിട്ടല്ല ഉള്ളത്, അതായത് സെപ്റ്റംബർ 7-ന് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലേക്ക് നടന്ന LDC പരീക്ഷയിലെ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട അതിലെ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ചോദ്യം 12ാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമുള്ള വസ്തുതകൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ നമുക്കറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ തന്നിരിക്കുന്നതിൽ അതുമായി ബന്ധമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ടാകും. ഒന്നാമത്തത് നോക്കൂ, 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം. ശരിയാണോ? അതെ, അത് ശരിയാണ് അല്ലേ. 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം. രണ്ടാമത്തത് നോക്കൂ, ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ആണോ? അങ്ങനെയുണ്ടോ? വിദഗ്ധ തൊഴിലാളികളെ ലക്ഷ്യം വെക്കുന്നു എന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് 2 തെറ്റാണ്. 3, ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്, അതും തെറ്റാണ്. 4ാമത്തത്, ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു. അതും ശരിയാണ്. അപ്പം 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1ഉം 4ഉം മാത്രം. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം. അപ്പം നോക്കിക്കോളൂ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യവസ്ഥകളും അവകാശങ്ങളുമാണ് ഇനി പറയുന്നത്. അപ്പം അപേക്ഷകർ അവിദഗ്ധ കായിക അധ്വാനം ചെയ്യാൻ സന്നദ്ധതയുള്ളവരും ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരും ആവണം. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, ഉയർന്ന പ്രായപരിധി, BPL APL വിവേചനം എന്നിവ ഇല്ല. ഇതൊക്കെ പോയിന്റുകളാണ്, ഓർത്ത് വയ്ക്കുക. കുറഞ്ഞത് 14 ദിവസത്തേക്കാണ് തൊഴിലിന് അപേക്ഷിക്കേണ്ടത്. ഗ്രാമപഞ്ചായത്തിൽ രജിസ്ട്രേഷന് അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് ലഭിക്കും. തൊഴിൽ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് അപേക്ഷകന് രേഖാമൂലം നൽകണം. അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനകം തൊഴിൽ അല്ലെങ്കിൽ നിശ്ചിത നിരക്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണം. അടുത്തത്, മസ്റ്റർ റോൾ പൂർത്തീകരിച്ച് 15 ദിവസത്തിനകം കൂലി നൽകാൻ കാലതാമസമുണ്ടാകുന്ന ഓരോ ദിവസത്തിനും നൽകാത്ത വേതനത്തിൻ്റെ 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണം. അടുത്തത്, 5 കിലോമീറ്ററിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ 10% അധികം കൂലി നൽകണം. ഓക്കെ, പിന്നെ കുടിവെള്ളം, പ്രഥമ ശുശ്രൂഷ സൗകര്യം, വിശ്രമ സൗകര്യം എന്നിവ പണിയിടത്ത് ഉണ്ടാകണം. പരിക്ക് പറ്റിയാൽ സൗജന്യ ചികിത്സ, പണിക്കിടയിലെ അപകട മരണം അല്ലെങ്കിൽ സ്ഥിരം അംഗവൈകല്യം എന്നിവയ്ക്ക് നഷ്ടപരിഹാരം. കുറഞ്ഞത് 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ തൊഴിലാളികളുടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിപാലന സൗകര്യം ഒരുക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളും അവകാശങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ PDF ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഏതാണ് ആൻസർ വരുന്നത്? അത് ഓപ്ഷൻ ഡി ആണ്, പിണറായി വിജയനാണ്. പലർക്കും അത് അങ്ങനെ അറിയുണ്ടാവില്ല, പക്ഷേ ഇത് കഴിഞ്ഞ എക്സാമിലുള്ളതായതുകൊണ്ട് സെയിം ക്വസ്റ്റ്യൻ വരില്ല. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ഓപ്ഷൻ ഡി പിണറായി വിജയനാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളിലേക്ക് നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതോറിറ്റിയിലെ മറ്റംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ചെയർപേഴ്സൺ ആണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് സംസ്ഥാന അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി ആണ്. ഓക്കെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ വരുന്നത് റവന്യൂ
റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരേണ്ടത് ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയങ്ങളിലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് ചെയർപേഴ്സൺ ആണ്. സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ നയങ്ങൾക്കും പദ്ധതികൾക്കും രൂപം നൽകേണ്ടത് സംസ്ഥാന അതോറിറ്റി ആണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ചീഫ് സെക്രട്ടറി, 4 ഗവൺമെൻറ് സെക്രട്ടറിമാർ എന്നിവരാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുമുള്ള സാമ്പത്തിക കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പോയിന്റുകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 14ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഉദാരീകരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. ഉദാരീകരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, വികസനം എന്നിവയെ തടസ്സപ്പെടുത്തി. ഈ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നുകൊടുത്തതാണ് ഉദാരീകരണ നടപടികൾ. ഓക്കെ, ഇനി 1991 തുടങ്ങിയ ഉദാരീകരണം ബാക്കി ഇവിടെയാണ് കൂടുതൽ സമഗ്രമായിരുന്നു. വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി പരിഷ്കാരം, വിദേശ വിനിമയ കമ്പോളങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖലകൾ എന്നിവയ്ക്കാണ് കൂടുതൽ ഊന്നൽ ലഭിച്ചത്. ഇനി വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ, നികുതി പരിഷ്കരണങ്ങൾ, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്നിവ നടപ്പാക്കിയത് ഉദാരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്ര പോയിൻ്റേ ഇവിടെ ഉള്ളൂ. നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്തെന്നുള്ളതാണ് ചോദ്യം. മേക്ക് ഇൻ ഇന്ത്യ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. ബാക്കി പോയിന്റുകളിലേക്ക് പോകാം. നിക്ഷേപം സുഗമമാക്കുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക, നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2014 സെപ്റ്റംബർ 25-നാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞു. നിക്ഷേപം സുഗമമാക്കുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക, നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംരംഭത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. നിക്ഷേപത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ആധുനികവും കാര്യക്ഷമവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, വിദേശ നിക്ഷേപത്തിനായി പുതിയ മേഖലകൾ തുറക്കുക, പോസിറ്റീവ് ചിന്താഗതിയിലൂടെ സർക്കാരും വ്യവസായവും ബാക്കി ഇവിടെയാണ് തമ്മിലുള്ള പങ്കാളിത്തം രൂപപ്പെടുത്തുക. ഇതൊക്കെയാണ് ഈ സംരംഭത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യയെ ഒരു ആഗോള രൂപകൽപ്പന നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ മേക്ക് ഇൻ ഇന്ത്യ വിഭാവനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. 16ാമത്തെ ചോദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്, അപ്പോൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത്
ഇതിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ്. ബാക്കിയെല്ലാം അതിൽ വരുന്നതാണ് കേട്ടോ. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ബാക്കി പോയിന്റുകളിലേക്ക് പോവാം. കേന്ദ്ര സർക്കാർ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് രൂപം നൽകിയതാണ് ഏത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് നിലവിൽ വരുന്നത്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി എന്നതിൻ്റെ മുഴുവൻ രൂപം. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ട്. എന്താണ്? നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ഉണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങൾ ആക്കുക. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് എപ്പോഴാണ് വന്നത്? 2015 എപ്പോഴാണ്? ജനുവരി 1 കേട്ടോ. അടുത്തത്, നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഏത്? ഡാഷ്. എന്താണത്? അത് ആർദ്രതയാണ് കേട്ടോ. ആർദ്രത. ഓപ്ഷൻ ഡി ആർദ്രത. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ് കേട്ടോ. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതിനാൽ ജലം ബാഷ്പമാകുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് എന്താ ചെയ്യുക? ഉയരുകയാണ് ചെയ്യുക. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അത് നോട്ട് ചെയ്ത് വെക്കണേ. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, കാരണം ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണല്ലോ. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം. നമുക്ക് 1-2 ചോദ്യങ്ങളും കൂടി ഉണ്ട്. പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഡാഷ്. പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് എത്ര എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി 66.5 ഡിഗ്രി കേട്ടോ. ബാക്കി നോക്കാം. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. പരിക്രമണവും ഭ്രമണവും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് ഇപ്പം നമ്മൾ പറഞ്ഞത് 66.5 ഡിഗ്രി ചരിവുണ്ട്. ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രി ആണ്. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നു കേട്ടോ. ഇനി അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അച്ചുതണ്ടിൻ്റെ ചരിവ് ഈ പരിക്രമണ വേളയിൽ മൊത്തത്തിൽ ഒരുപോലെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 23.5 ഡിഗ്രി വടക്കും, ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23.5 ഡിഗ്രി തെക്കും ആണ്. അതൊക്കെ അറിയാമല്ലോ. ഇനി സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇതാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. അതറിയാമല്ലോ. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഓക്കെ,
ഇത് ജോഗ്രഫിയിൽ നമുക്ക് സൂര്യൻ്റെ അയനവും ഋതുക്കളൊക്കെ പഠിക്കാനുണ്ട്. അടുത്തത് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി ആണ് കേട്ടോ. നാങ്കിങ് ഉടമ്പടി ആണ്. ബാക്കി നോക്കാം. 1839-42 കാലയളവിലാണ് ബ്രിട്ടനും ചൈനയുമായിട്ട് ഈ പറയുന്ന ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. കറുപ്പിന് നിരോധനം ഏർപ്പെടുത്താനും കറുപ്പിൻ്റെ ശേഖരം നശിപ്പിക്കാനും ചൈനീസ് ഗവൺമെൻറ് ശ്രമിച്ചതാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന് എന്തായത് കാരണം ആയത്. നാങ്കിങ് ഉടമ്പടിയിലൂടെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ചത് ഏതാണ്? നാങ്കിങ് ഉടമ്പടിയിലൂടെയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തെ തുടർന്നാണ് ചൈനയ്ക്ക് ഹോങ്കോങ്ങിനെ ബ്രിട്ടന് വിട്ടുകൊടുക്കേണ്ടി വന്നത്. ഹോങ്കോങ്ങിനെ കേട്ടോ. 1856-1860 കാലയളവിലെ രണ്ടാം കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ചൈനയ്ക്കെതിരെ അണിനിരന്നു. ടിൻസ്റ്റീൻ ഉടമ്പടിയിലൂടെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചത്. അപ്പോൾ ഒന്നാമത്തത് നാങ്കിങ് ആണെങ്കിൽ രണ്ടാമത്തത് അവസാനിപ്പിച്ചത് ഏതാണ്? ടിൻസ്റ്റീൻ ഉടമ്പടിയിലൂടെയാണ്. അതിൻ്റെ കാലയളവ് ഇവിടെ തന്നിട്ടുണ്ട്. 1856-1860 കാലയളവിലാണ് രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുന്നത്. അതിൽ ബ്രിട്ടനും ഫ്രാൻസും ചൈനയ്ക്കെതിരെയാണ് നിന്നത്. ഓക്കെ, 20ാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഈ ആഴ്ചയിൽ കൊടുത്തിട്ടുള്ളതിൽ ഇത്ര ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നോക്കി നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? രാജ്യസഭയാണ്, തെറ്റായ വസ്തുതകളാണ് വേണ്ടത്. ശ്രദ്ധിക്കാം. ഏതാണ്? രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. അത് നമുക്ക് അറിയുന്ന പോയിന്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്ന് പറയുന്നു. തെറ്റല്ലേ? അതെ, അത് തെറ്റാണ്. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. അതും തെറ്റ്. 4 രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ആണോ? അല്ല. അപ്പോൾ ആകെ 1 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ 2, 3, 4 തെറ്റായതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 2, 3, 4 തെറ്റാണ്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. പാർലമെൻറ്റിലെ എന്താണ്? ഉപരിസഭയാണ് രാജ്യസഭ. ഓക്കെ, ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഇത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 30 വയസ്സ്. ഇനി രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. ശ്രദ്ധിക്കുക, സ്ഥിരം സഭയല്ല എന്നായിരുന്നു നമുക്ക് തന്നത്. സഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലോകസഭയും കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ആഴ്ചയിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നമ്മൾ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വല്ല ക്വസ്റ്റ്യൻസും അവരുടെ മോക്ക് ടെസ്റ്റുകൾ വരാറുണ്ടല്ലോ, അത് വല്ലതും ഡിസ്കസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.